നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് അവരിപ്പോൾ നേരിടുന്നത്. ഇസ്രയേലിന്റെ സൈനികർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവരെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നൊരു രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതിനു മുമ്പും ഇസ്രയേലിന്റെ സൈനികർ വിദേശത്ത് വെച്ച് നിയമ നടപടികൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം ഒരു നാറ്റോ രാജ്യത്ത് വെച്ചാണ് ഈ ഇസ്രയേലി സോൾജേഴ്സിന് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത്. പലർക്കും തോന്നാം നാറ്റോ രാജ്യം എന്ന് പറയാൻ നേരത്തെ തീർച്ചയായിട്ടും അത് തുർക്കിയാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് പലരും ചിന്തിക്കും. എന്നാൽ അത് തുർക്കിയല്ല, അത് ബെൽജിയമാണ്. ഒബ്വിയസ്ലി തുർക്കിയിലേക്ക് എനിക്ക് തോന്നുന്നില്ല IDFന്റെ ആരെങ്കിലും ഇപ്പോൾ വിനോദസഞ്ചാരത്തിനാണെങ്കിൽ കൂടിയും തുർക്കിയിലേക്ക് പോകുമെന്ന് എനിക്കും തോന്നുന്നില്ല. എങ്കിൽ കൂടിയും നാറ്റോ രാജ്യം എന്ന് പറയുമ്പോൾ പലരുടെയും ചിന്ത പോകുക തുർക്കി ആയിരിക്കാമെന്നാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബെൽജിയമാണ്. ബെൽജിയം എന്ന് പറയുന്ന രാജ്യത്താണ് ഇപ്പോൾ ഇസ്രയേലി സോൾജേഴ്സിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുദ്ധക്കുറ്റം ചുമത്തിയാണ് 2 ഇസ്രയേലി സോൾജേഴ്സിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി പത്രമാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാറ്റോ നേഷനായിട്ടുള്ള ബെൽജിയത്തിന് പ്രത്യേകിച്ച് ഇസ്രയേലുമായിട്ട് അങ്ങനെ വലിയ അകൽച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബെൽജിയം പലപ്പോഴും ഇസ്രയേലിന്റെ നയങ്ങളെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും നമ്മളിപ്പോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബെൽജിയത്തിന് ഇസ്രയേലിൽ, അതായത് ടെൽ അവീവിൽ അവരുടേതായിട്ടുള്ള എംബസി ഉണ്ട്. ബെൽജിയത്തിന്റെ എംബസി ടെൽ അവീവിലുണ്ട്. അതുപോലെ തന്നെയാണ് ഇസ്രയേലിന്റെ എംബസി ബ്രസൽസിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇസ്രയേലുമായിട്ട് അത്ര കണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു രാജ്യമായിട്ടുള്ള ബെൽജിയം, അവിടേക്ക് പോയപ്പോഴാണ് ഈ ഇസ്രയേലി സോൾജേഴ്സിന് ഇപ്പോൾ അറസ്റ്റ് നേരിടേണ്ടി വന്നത്. അവിടെയുള്ള ബെൽജിയത്തിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് കൊടുത്തൊരു പരാതിയിൽ മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ബെൽജിയത്തിൽ നടക്കുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ഉണ്ട്. അത് ടുമോറോസ് ലാൻഡ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ആണ്. ഇതിൽ ഏകദേശം 200-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. ബൂം ടൗണിലാണ് ഈ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇസ്രയേലി സോൾജേഴ്സ്, ഈ 2 ഇസ്രയേലി സോൾജേഴ്സ് ബെൽജിയത്തിലെത്തിയത്. ഇവിടെ വെച്ചാണ് അറസ്റ്റ് ഉണ്ടായത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ലീഗൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘടന എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മനുഷ്യാവകാശ സംഘടനയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മനുഷ്യാവകാശപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഘടന അവിടെ ലീഗൽ ആക്ഷൻ എടുക്കുന്നതിനായിട്ട് ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കുന്ന രീതിയിലുള്ള ഒരു സംഘടനയാണ് ഈ ഗ്ലോബൽ ലീഗൽ ആക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഘടന. ഈ സംഘടന പറയുന്നത് മിക്ക രാജ്യത്തിലെയും ഗവൺമെന്റുകൾ അവർ നിശബ്ദരായിരുന്നു. എന്നാൽ നമ്മൾ, അതായത് ഈ സംഘടന ഒരു ക്ലിയർ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇന്റർനാഷണൽ ക്രൈമുകൾക്ക് ശിക്ഷ കിട്ടിയിരിക്കുമെന്നാണ് ഈ ഒരു സംഘടന പറയുന്നത്. അതുപോലെ തന്നെ ബെൽജിയത്തിന് പുറമെ തന്നെ കാനഡയിലേക്കും മടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇസ്രയേലി സോൾജേഴ്സ്, അതായത് IDF സോൾജേഴ്സ്, അവരും ആശങ്കയിലാണ്. സെയിം കാര്യം തന്നെ, അതായത് തിരിച്ച് കാനഡയിലേക്ക് ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഒരുപക്ഷെ ലീഗൽ ആക്ഷൻസ് നേരിടേണ്ടി വന്നേക്കാം. ജൂണിൽ തന്നെ കാനഡയുടെ ഗവൺമെന്റ് പറഞ്ഞിരുന്നു, അതായത് ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം, അതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുമെന്ന് കാനഡയും പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം, ഇങ്ങനെ ഒരു ആശങ്ക ഇസ്രയേലി സോൾജേഴ്സിനിടയിൽ തോന്നാൻ കാരണം ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. അതായത് കാനഡ ആയിക്കോട്ടെ ഈ ഇസ്രായേൽ ആയിക്കോട്ടെ, ഇവർക്ക് 2 പേർക്കും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതായത് 2 രാജ്യത്തെ പൗരത്വം എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന്റെ പൗരന്മാരായിട്ടുള്ള IDF സോൾജേഴ്സ് അവർ താമസിക്കുന്നത് കാനഡയിലേക്കാണ്. അപ്പോൾ കാനഡയിലേക്ക് തിരിച്ചു പോയാൽ അവർ തീർച്ചയായിട്ടും ഒരുപക്ഷെ ലീഗൽ ആക്ഷൻ നേരിട്ടേക്കാമെന്നൊരു ആശങ്ക അവർക്കിടയിൽ തന്നെയുണ്ട്. അതിനാൽ തന്നെ പലരും തിരിച്ചു പോകാനായി മടിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാനഡ ആർക്കും രക്ഷപ്പെടാനായിട്ടുള്ളൊരു സ്ഥലമായി കാണണ്ട എന്നാണ് കാനഡയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും പറയുന്നത്. അതിനിടെ ഇസ്രയേലിന്റെ എയർ ചീഫ് ഇപ്പോൾ UK എത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ, അതായത് ബ്രിട്ടനിൽ എത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. UK എത്തിയതിനെ തുടർന്ന് തീർച്ചയായിട്ടും അവിടെ വൻ പ്രതിഷേധങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധക്കാർ പറയുന്നത് യുദ്ധക്കുറ്റവാളിയാണ് ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നതെന്നാണ്. UK ഒരിക്കലും ഇത്തരം ആൾക്കാരെ സ്വീകരിക്കരുതെന്ന് ഈ പ്രതിഷേധക്കാർ പറയുന്നു. എന്നാൽ UKയുടെ പ്രൈം മിനിസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് സീസ് ഫയർ, അതായത് ഈ ഹമാസും ഇസ്രയേലും തമ്മിൽ സീസ് ഫയർ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ UKയുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത്. അദ്ദേഹം മറ്റൊന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഗസയിലെ ജനങ്ങൾ അവർ വളരെയധികം പരിതാപകരമായ അവസ്ഥയിലാണ്.
ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ UK പ്രൈം മിനിസ്റ്റർ പറയുന്നത്. ബ്രിട്ടൻ ഒറ്റയ്ക്കല്ല, ഏകദേശം 24ഓളം രാജ്യങ്ങൾ ചേർന്നാണ് ഇപ്പോൾ സീസ് ഫയർ അതുണ്ടാകണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ RAF, അതായത് റോയൽ എയർഫോഴ്സ്, അതായത് ബ്രിട്ടന്റെ എയർഫോഴ്സ് ആണ്, അവിടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇസ്രായേലിന്റെ എയർ ചീഫ് അദ്ദേഹം ഇപ്പോൾ ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. സിറിയയെ ആക്രമിച്ച ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ അമേരിക്ക എന്ന് പറയുന്നത് സിറിയയിലെ പുതിയ ഗവൺമെന്റിനെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നയമാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. അമേരിക്ക പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ടൈമിലാണ് ഇസ്രായേൽ സിറിയയെ ആക്രമിച്ചതെന്നാണ്. ഇസ്രായേലിന്റെ ഈ ആക്രമണം തീർച്ചയായിട്ടും അമേരിക്കയുടെ ശ്രമങ്ങൾക്ക്, അതായത് സിറിയയുമായിട്ടുള്ള നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയെന്നാണ് അമേരിക്ക ഇപ്പോൾ ഈ കാര്യത്തോട് പ്രതികരിച്ചിരിക്കുന്നത്.